ഏറ്റവും വലിയ ക്ഷേത്രധ്വംസനം നടത്തിയത് മുഗൾ ഭരണകാലഘട്ടത്തിലോ മുസ്ലിം സുൽത്താൻമാരോ ആയിരുന്നില്ല. ഹർഷവർദ്ധനൻ എന്ന ഭരണാധികാരിയാണ് ക്ഷേത്രങ്ങൾക്കുമേൽ ഏറ്റവും അക്രമാത്മകമായ വിധ്വംസ പ്രവൃത്തി നടത്തിയത് എന്ന് റൊമില താപ്പർ വിശദീകരിക്കുന്നുണ്ട്. ഈ ക്ഷേത്രങ്ങൾക്ക് വലിയ ദാനം ചെയ്ത ആളാണ് ടിപ്പു സുൽത്താൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ ദാനം നടത്തിയ ഒരാളാണ്. അദ്ദേഹത്തെ പറ്റിയാണ് ഈ പറയുന്നത് ക്ഷേത്രങ്ങൾ മുഴുവൻ ധ്വംസിച്ചു, ക്ഷേത്രങ്ങൾ മുഴുവൻ തകർത്തു എന്നൊക്കെ പറയുന്നത്. അതിനേക്കാളും ഭീകരമായ ക്ഷേത്രാക്രമണം കേരളത്തിൽ മാർത്താണ്ഡവർമ്മ നടത്തിയിട്ടുണ്ട്. ചാതുർവർണ്ണ ജാതി വ്യവസ്ഥയിലാണ് ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയയുടെ വേര് കിടക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ തകരണമെങ്കിൽ ചാതുർവർണ്ണ ജാതി വ്യവസ്ഥ തകർന്നാൽ മാത്രമേ ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ തകരുകയുള്ളൂ. കാരണം മുസ്ലിം ജനവിഭാഗങ്ങളെ അസ്പൃശ്യരായി കാണുന്ന ഒരു വ്യവസ്ഥാക്രമം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അത് സംസ്കൃത പാരമ്പര്യത്തിൻ്റെ, പ്രത്യേകിച്ച് ധർമ്മശാസ്ത്ര വ്യാഖ്യാതാക്കളുടെയും ധർമ്മശാസ്ത്ര നിർമ്മാതാക്കളുടെ ഒരു പൊതുവായ രീതി എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് കടന്നു വന്ന കാമ്പോജരെ ആകട്ടെ പാർത്ഥിവന്മാരെ ആകട്ടെ ഒക്കെ തന്നെ അവർ ആദ്യഘട്ടത്തിൽ ചെയ്തത് അതിനെ ക്ഷത്രിയവൽക്കരിക്കുക എന്നുള്ളതാണ്. ഈ ഇന്ത്യയിൽ ചാതുർവർണ്ണയമാണല്ലോ നിലനിൽക്കുന്നത്. അപ്പോൾ ഇവരെ ഏതെങ്കിലും കോളത്തിലൊന്ന് പെടുത്തണം. അപ്പോൾ എന്ത് ചെയ്തു? ഈ പാർത്ഥിവന്മാരെയും കമ്പോജന്മാരെയൊക്കെ ആദ്യഘട്ടത്തിൽ ശൂദ്രന്മാരായിട്ടാണ് ഗണിച്ചിരുന്നതെങ്കിലും പിൽക്കാലത്ത് ബ്രാഹ്മണ്യ ഇവർ അധികാരമേറ്റെടുത്ത് രാജാധികാരം നയിക്കുന്നൊരു ഘട്ടം വന്നപ്പോൾ ഇവരെയൊക്കെ ക്ഷത്രിയന്മാരായിട്ട് മാറ്റിയെടുക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഈ മുഗളന്മാരെയും തീർച്ചയായിട്ടും ബ്രാഹ്മണ്യം ക്ഷത്രിയന്മാരായിട്ടാണ് കണ്ടിരുന്നത്. ക്ഷത്രിയ ഭരണമായിട്ട് അവരതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇനി ക്ഷേത്രധ്വംസനത്തിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് വന്നാൽ ഏറ്റവും വലിയ ക്ഷേത്രധ്വംസനം നടത്തിയത് മുഗൾ ഭരണകാലഘട്ടത്തിലോ മുസ്ലിം സുൽത്താൻമാരോ ആയിരുന്നില്ല. ഹർഷവർദ്ധനൻ എന്ന ഭരണാധികാരിയാണ് ക്ഷേത്രങ്ങൾക്കുമേൽ ഏറ്റവും അക്രമാത്മകമായ വിധ്വംസ പ്രവൃത്തി നടത്തിയത് എന്ന് റൊമില താപ്പർ വിശദീകരിക്കുന്നുണ്ട്. തന്നെയല്ല, ഈ രാജതരംഗിണി, കൽഹണൻ്റെ രാജതരംഗിണി എന്ന് പറയുന്ന ടെസ്റ്റുണ്ട് 12-ാം നൂറ്റാണ്ടിൽ. ആ ടെസ്റ്റിൽ പറയുന്നത് ഈ രാജ്യത്തൊരു ക്ഷാമം വരുമ്പോൾ ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വത്ത് പിടിച്ചെടുക്കുന്നതിനെ പറ്റിയാണ്. യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ക്ഷേത്രങ്ങളിലെ സ്വത്ത് പിടിച്ചെടുക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ക്ഷേത്രങ്ങളിലെ സ്വത്ത് പിടിച്ചെടുക്കാൻ ഒരു ഭരണാധികാരിയെ തന്നെ നിയമിക്കുന്നതിനെ പറ്റി കൽഹണൻ്റെ രാജതരംഗിണിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഹർഷൻ ക്ഷേത്രങ്ങൾക്ക് മേൽ വലിയ ആക്രമണം നടത്തുന്നു. കൽഹണൻ്റെ രാജതരംഗിണിയിൽ ഒരു ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നതിന് ഒരു അധികാരിയെ തന്നെ നിയമിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു വസ്തുത നിലനിൽക്കുകയാണ് മുസ്ലിങ്ങളാണ് ക്ഷേത്രത്തെ ആക്രമിച്ചത് എന്ന ചരിത്രം കെട്ടിയുണ്ടാക്കുന്നത്. മുഹമ്മദ് ഗസ്നി ധാരാളം തവണ ഈ സോമനാഥ ക്ഷേത്രം ആക്രമിച്ചു. അത് മുഴുവൻ ഹിന്ദുക്കളോടുള്ള വിരോധം കൊണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു പരത്തുന്നത്. എന്തുകൊണ്ടാണ് സോമനാഥ ക്ഷേത്രത്തിന് മേൽ ഇത്രയും വലിയ ആക്രമണം ഉണ്ടായത്? അത് ഹിന്ദുക്കളോടുള്ള വിരോധം കൊണ്ടാണ്? അല്ല, അതൊരു സമ്പത്തിൻ്റെ കേന്ദ്രമായിരുന്നത് കൊണ്ടാണ്. അത് രാഷ്ട്രീയമായി ഹിന്ദുക്കൾ ഇന്ന് പറയുന്ന രാജാക്കന്മാർ ചെയ്തിരുന്നതും ഈ ക്ഷേത്രങ്ങൾ ആക്രമിച്ച് സ്വത്ത് കീഴ്പ്പെടുത്തിയതിനെ പറ്റിയാണ്. അത് സ്വത്തിൻ്റെ രാഷ്ട്രീയവുമായും പിടിച്ചടക്കലിൻ്റെ ഒരു പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് അതൊക്കെ നടന്നിരുന്നത്. അത് ഇന്ന് പറയുന്ന ഹിന്ദു രാജാക്കന്മാരും അതാണ് ചെയ്തിരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹർഷവർദ്ധനൻ. അല്ലെങ്കിൽ ഈ ഹിന്ദുക്കളോടുള്ള വിരോധം കൊണ്ടാണെങ്കിൽ ഒരു തവണ ക്ഷേത്രം ആക്രമിച്ചാൽ പോരെ, 7 തവണ ഇവിടെ വരേണ്ടതായിട്ടില്ലല്ലോ. അപ്പോൾ തീർച്ചയായും സ്വത്താണ് ഒരു പ്രശ്നം. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത് നടക്കുന്നത്. അതേ സമയത്ത് തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സോമനാഥ ക്ഷേത്രം ഒരിക്കലൊരു ഹിന്ദു ക്ഷേത്രമായിരുന്നില്ല. അതിന് ബുദ്ധിസവുമായും അതിനു മുമ്പ് പലതരത്തിലുള്ള തദ്ദേശീയ ആരാധനകളുമായിട്ടാണ് അതിന് ബന്ധമുണ്ടായിരുന്നത്. അതിനെയാണ് ഹിന്ദു ക്ഷേത്രമായിട്ട് ഇന്ന് വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മുടെ നാട്ടിൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്മുമ്മ കഥയാണ് ഈ ടിപ്പുവിൻ്റെ ക്ഷേത്രധ്വംസനം. നാട്ടിൽ തകർന്നു കിടക്കുന്ന മുഴുവൻ ക്ഷേത്രങ്ങളും നശിപ്പിച്ചത് ടിപ്പു ആണെന്നാണ് പറയുന്നത്. എല്ലാ ക്ഷേത്രങ്ങളും നശിപ്പിച്ചത് ടിപ്പുവാണ്. പക്ഷേ ഹനുമാൻകൊണ്ട ക്ഷേത്രത്തിൽ വലിയ ദാനമാണ് അദ്ദേഹം നടത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രത്യേകമായ ദാനം നടത്തുന്നുണ്ട് ടിപ്പു സുൽത്താൻ. ഇങ്ങനെ ശങ്കരാചാര്യരെ ജഗദ്ഗുരു എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ടിപ്പു അദ്ദേഹത്തിന് കത്തയക്കുന്നത്. അതുപോലെ തന്നെ ശങ്കരാചാര്യർക്ക് തൻ്റെ സൈന്യത്തിൽ നിന്നും വേണ്ടത്ര പരിവാരങ്ങളെയും അദ്ദേഹത്തിന് തീർത്ഥാടനത്തിന് പോകുന്ന സമയത്ത് എല്ലാവിധ ഭക്ഷണത്തിനുള്ള സൗകര്യവും ഉൾപ്പെടെ ഈ ശങ്കരാചാര്യർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ് ടിപ്പു സുൽത്താൻ. ഇങ്ങനെ മതപരമായ കാര്യങ്ങളിൽ എല്ലാ അർത്ഥത്തിലും ഈ ബ്രാഹ്മണ മതത്തിന് സഹായം ചെയ്ത ഒരാളാണ് ടിപ്പു സുൽത്താൻ. ഈ ക്ഷേത്രങ്ങൾക്ക് വലിയ ദാനം ചെയ്ത ആളാണ് ടിപ്പു സുൽത്താൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ ദാനം നടത്തിയ ഒരാളാണ്. അദ്ദേഹത്തെ പറ്റിയാണ് ഈ പറയുന്നത് ക്ഷേത്രങ്ങൾ മുഴുവൻ ധ്വംസിച്ചു, ക്ഷേത്രങ്ങൾ മുഴുവൻ തകർത്തു എന്നൊക്കെ പറയുന്നത്. അതിനേക്കാളും ഭീകരമായ ക്ഷേത്രാക്രമണം കേരളത്തിൽ മാർത്താണ്ഡവർമ്മ നടത്തിയിട്ടുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്ര ഗ്രന്ഥവരിയുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്ര ഗ്രന്ഥവരിയിൽ സൂചിപ്പിക്കുന്നത് ഈ
പടയോട്ടത്തിൻ്റെ ഭാഗമായിട്ട് മാർത്താണ്ഡവർമ്മ ക്ഷേത്രപ്രദേശങ്ങൾ കൈയടക്കിയതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് പാപം വന്നു. ക്ഷേത്രങ്ങൾ കീഴടക്കിയത് കൊണ്ട് വെട്ടും കൊത്തും കൊലപാതകവും നടത്തിയതിൻ്റെ ഫലമായിട്ട് പാപം വന്നു. ആ പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ് ഈ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ 7.5 പൊന്നാനയെ സമർപ്പിച്ചത് എന്ന് ഏറ്റുമാനൂർ ഗ്രന്ഥവരിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. പലതരം മാർത്താണ്ഡവർമ്മമാരുണ്ടല്ലോ, ഈ വർമ്മമാരുടെ ഒരു തുടർച്ചയാണല്ലോ. അപ്പോൾ അതിലൊരു അനിഴം തിരുനാൾ വർമ്മയെ പറ്റിയാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഇത് ഏറ്റുമാനൂർ ഗ്രന്ഥവരിയിൽ കാണുന്നതാണ്. ഇങ്ങനെ മതിലകം ഗ്രന്ഥവരി എടുത്താൽ എത്രയോ ക്ഷേത്രാക്രമണങ്ങളാണ് നടക്കുന്നത്. ഒരുപാട് ക്ഷേത്രാക്രമണം നടക്കുന്നുണ്ട്. അതുപോലെ തിരുപ്പുലിയൂർ ഗ്രന്ഥവരി പറയുന്നത് ക്ഷേത്ര സോപാനത്തിന് മുമ്പിൽ തന്നെ അക്രമം നടക്കുന്നതിനെ പറ്റി, ഒരാളുടെ തല വെട്ടി വീഴ്ത്തി ചോര സോപാനത്തിൽ വീഴുന്നതായിട്ടുള്ള വർണ്ണന തിരുപ്പുലിയൂർ ഗ്രന്ഥവരി കാണാം. ഇതൊന്നും മുസ്ലിങ്ങൾ നടത്തിയ ആക്രമണമൊന്നുമല്ല. കേരളത്തിലെ ഫ്യൂഡൽ നാടുവാഴി വർഗം നടത്തിയ ആക്രമണങ്ങളാണിതെല്ലാം. അപ്പം ഇത്തരം ചരിത്രത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് മുസ്ലിം സുൽത്താൻമാരെ ഒരു ശത്രുവർഗമായി സ്ഥാപിച്ചെടുക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഇതിനോട് ബന്ധപ്പെടുത്തി വായിക്കേണ്ടതായിട്ടുണ്ട്. മധ്യകാലഘട്ടത്തിൽ തന്നെ മുസ്ലിം സുൽത്താൻമാരെ രാവണന്മാരായി ചിത്രീകരിക്കുന്ന ഒരു പ്രതിഭാസം നടന്നു വരുന്നുണ്ട്. മധ്യകാലഘട്ടത്തിൽ രചിക്കപ്പെടുന്ന ഒരു സാഹിത്യകൃതിയുണ്ട്, സാഹിത്യ ദർപ്പണം. അതിൽ പറയുന്നത് രാമാധിപത് പ്രവർത്തിതവ്യം ന രാവണാധിപത്, രാമനെ പോലെ ആയിരിക്കണം, രാവണനെ പോലെ ആകരുത് എന്നാണ് പറയുന്നത്. എന്താണ് രാമൻ ചെയ്ത നല്ല ഗുണങ്ങൾ? താടകയെ കൊന്നത്, ജാതി വ്യവസ്ഥ സ്ഥാപിക്കാൻ വേണ്ടി തപസ് ചെയ്ത ശംഭുകനെ കൊന്നത്, മനുവിൻ്റെ ധർമ്മശാസ്ത്രം അനുസരിച്ച് ബാലിയെ കൊന്നത്, ചാതുർവർണ്ണ്യം സ്ഥാപിക്കാൻ വേണ്ടി എക്കാലവും പ്രവർത്തിച്ചത്, ഇതൊക്കെയാണ് രാമൻ്റെ നല്ല ഗുണങ്ങൾ. രാവണൻ എന്തായാലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പം രാമനെ പോലെ പ്രവർത്തിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ചാതുർവർണ്ണ്യ സ്ഥാപനത്തിനായിട്ട് പ്രവർത്തിക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. മധ്യകാലഘട്ടത്തിൽ രചിക്കുന്ന 2 പ്രധാനപ്പെട്ട സംസ്കൃത കാവ്യങ്ങളുണ്ട്. അതിലൊന്ന് 12-ാം നൂറ്റാണ്ടിലെ ജയാനകൻ്റെ പൃഥ്വിരാജ വിജയവും മറ്റൊന്ന് ഗംഗാദേവിയുടെ മധുരാ വിജയവും. ഈ പൃഥ്വിരാജ വിജയത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ രാമൻ്റെ അവതാരമാണെന്നാണ് പറയുന്നത്. എന്തിനാണ് അദ്ദേഹം രാമനായിട്ട് അവതരിച്ചത്? മുസ്ലിങ്ങളെ നശിപ്പിക്കാനാണെന്ന് ഈ സംസ്കൃത കാവ്യം എടുത്തു പറയുന്നു. തന്നെയല്ല, ഈ പൃഥ്വിരാജ ചൗഹാൻ്റെ എതിരാളികൾ ആരൊക്കെയാണ്? പൃഥ്വിരാജൻ്റെ എതിരാളികൾ മുസ്ലിം സുൽത്താൻമാരാണ്. ഗംഗാദേവിയുടെ മധുരാ വിജയത്തിൽ കമ്പര് രാമൻ്റെ അവതാരവും രാമൻ്റെ പ്രതിരൂപവും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിട്ടുള്ള മുസ്ലിം സുൽത്താൻമാർ രാവണന്മാരുമാണ് എന്ന് ഗംഗാദേവിയുടെ മധുരാ വിജയത്തിൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെയെല്ലാം എതിരാളികളായിട്ട് മുസ്ലിങ്ങളെ പ്രതിഷ്ഠിക്കുക. അപ്പോൾ ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയയുടെ വേര് കിടക്കുന്നത് ഇന്ത്യയിൽ ചാതുർവർണ്ണ്യത്തിലാണ്. അതിൻ്റെ വേര് കിടക്കുന്നത് ചാതുർവർണ്ണ്യ ജാതി വ്യവസ്ഥയിലാണ് ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയയുടെ വേര് കിടക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ തകരണമെങ്കിൽ ചാതുർവർണ്ണ്യ ജാതി വ്യവസ്ഥ തകർന്നാൽ മാത്രമേ ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ തകരുകയുള്ളൂ. കാരണം മുസ്ലിം ജനവിഭാഗങ്ങളെ അസ്പൃശ്യരായി കാണുന്ന ഒരു വ്യവസ്ഥാക്രമം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അത് ചാതുർവർണ്ണ്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ രചിക്കപ്പെടുന്ന കുഴിക്കാട്ട് പച്ച. കുഴിക്കാട്ട് പച്ചയുടെ 10-ാം പടലത്തിൽ അസ്പൃശ്യതയുള്ള തൊട്ടുകൂടായ്മയുള്ള ധാരാളം ജാതികളെപ്പറ്റി പറയുന്നുണ്ട്. അതിൽ വെള്ളക്കാരുമുണ്ട്, മുസ്ലിങ്ങളുമുണ്ട്. ഇവരെല്ലാം അശുദ്ധരാണെന്നാണ് പറയുന്നത്, അസ്പൃശ്യരാണെന്ന്, തൊട്ടുകൂടാത്തവരാണെന്ന് തന്നെ ഈ ഗ്രന്ഥങ്ങൾ പൊതുവെ പറയുന്നു. പാഷണ്ഡർ എന്ന് പറയുന്നത് ഇത്തരം മുസ്ലിം മതവിശ്വാസികളെ പറ്റിയാണ് പാഷണ്ഡർ എന്ന് പറയുന്നത്. തുരുഷ്കർ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളിലൂടെ ഈ മുസ്ലിം മതവിശ്വാസികളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പൊതുവെ ഇന്ത്യയുടെ ഒരു ചാതുർവർണ്ണ്യ പാരമ്പര്യം അനുസരിച്ച് ഒരു എക്സ്ക്ലൂഷൻ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ മുസ്ലിം ജനവിഭാഗങ്ങളെയും മുസ്ലിം സുൽത്താൻമാരെയും ഒക്കെ തന്നെ നിരന്തരം അപരവൽക്കരിക്കുന്ന ഒരു പാരമ്പര്യം ഇന്ത്യയിൽ അന്തർലീനമായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും പല വിധത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മധ്യകാലഘട്ടത്തിൽ ഈ മുസ്ലിം രാജാക്കന്മാരെയും സുൽത്താൻമാരെയും മുസ്ലിം ജനവിഭാഗങ്ങളെയും നശിപ്പിക്കാനായി പൃഥ്വിരാജന്മാരായും കമ്പരുമാരായും ഒക്കെ തന്നെ രാമൻ അവതരിച്ചു എന്ന് പറയുന്ന അതേ യുക്തിയിൽ പുതിയ പ്രാണപ്രതിഷ്ഠയായി രാമൻ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ ആരാധനാലയം തകർക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കാര്യം കൂടെ അതിനോട് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. സത്യത്തിൽ ഇന്ത്യയിലെ ദർഗകൾ തീർത്തും മുസ്ലിങ്ങളുടേത് മാത്രമാണോ? അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം തദ്ദേശീയരായ ജനവിഭാഗങ്ങളുടെ ഒരു ആരാധനാ കേന്ദ്രം കൂടിയാണ് ഈ ഇന്ത്യയിലെ ദർഗകൾ.
തീർച്ചയായും പള്ളികൾ ഈശ്വരൻ്റെ ആരാധനാ കേന്ദ്രങ്ങളായിരിക്കുമ്പോൾ ദർഗകൾക്ക് വേറൊരു സവിശേഷത കൂടിയുണ്ട്. ദർഗകൾ അത്ഭുത സിദ്ധി കൈവരിച്ച, മനുഷ്യർക്ക് സാന്ത്വനം നൽകിയിരുന്ന, മനുഷ്യർക്ക് ആശ്വാസം നൽകിയിരുന്ന മഹാമനുഷ്യർ, മഹാത്മാക്കൾ മരിച്ച കബറിടങ്ങൾ കൂടിയാണ് ദർഗകൾ. അപ്പം ഡൽഹിയിലൊക്കെ പോയാൽ നമുക്കത് കാണാം, അത്തരം ദർഗകൾ. അവിടേക്ക് എല്ലാ ജനവിഭാഗങ്ങളും എത്തിച്ചേരുന്നുണ്ട്. മുസ്ലിങ്ങൾ മാത്രമൊന്നും അല്ല അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നത്. മറ്റു പല ജനവിഭാഗങ്ങളും, ദളിതരും പിന്നോക്ക ജനവിഭാഗങ്ങളും മറ്റു പല ജനവിഭാഗങ്ങളും ഇത്തരം ദർഗകളിലേക്ക് എത്തുന്നുണ്ട്. അപ്പം സത്യത്തിൽ ഈ JCB കൊണ്ട് തകർക്കപ്പെടുന്നത്, ബുൾഡോസർ കൊണ്ട് തകർക്കപ്പെടുന്നത് തീർച്ചയായും ഇന്ത്യയിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ ആരാധനാ വിശ്വാസ സ്ഥലി കൂടിയാണ്. അത് കേവലം മുസ്ലിം ജനവിഭാഗങ്ങളുടെ ദർഗകൾ നശിപ്പിക്കപ്പെടുക മാത്രമല്ല, ദളിതരും പിന്നോക്ക ജനവിഭാഗങ്ങളും വിശ്വസിക്കുന്ന, അവർ കൂടി പോകുന്ന ആരാധനാ കേന്ദ്രം ഇല്ലാതാകുന്നു എന്നൊരു പ്രശ്നവും, ഇന്ത്യയുടെ രാഷ്ട്രീയ കുലദൈവമാക്കി രാമനെ മാറ്റുന്നു, ഇന്ത്യയുടെ രാഷ്ട്രീയ തീർത്ഥാടന കേന്ദ്രമാക്കി അയോധ്യയെ ചുരുക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാര്യം കൂടി ഇതിൽ അന്തർലീനമായിരിക്കുന്നുണ്ട്. അതുകൂടി കാണാൻ ഒറ്റ ആരാധനാ കേന്ദ്രവും ഒറ്റ വിശ്വാസ പാരമ്പര്യവും അല്ലല്ലോ ഉള്ളത്. കാളിയെ വിശ്വസിക്കുന്നവരുണ്ട്, കൂളിയെ വിശ്വസിക്കുന്നവരുണ്ട്, മർദയെ വിശ്വസിക്കുന്നവരുണ്ട്, മാടനെ വിശ്വസിക്കുന്നവരുണ്ട്, ഇതിലൊന്നും വിശ്വസിക്കാത്തവരുണ്ട്. ഇങ്ങനെ വിശ്വാസത്തിനൊരു ബഹുസ്വര പാരമ്പര്യമുണ്ട്. പക്ഷേ ഈ വിശ്വാസത്തിൻ്റെ ബഹുസ്വര പാരമ്പര്യങ്ങളെ തകർത്തുകൊണ്ടാണ് ഈ ഹിന്ദുത്വ ശക്തികൾ ഇപ്പോൾ അക്രമാത്മകമായി ഇന്ത്യയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്.